ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയേക്കണേ. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയത് 31,082, അതായത് 31,000 കിലോമീറ്ററിലെ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്ക് വീലൊക്കെ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്കിൻ്റെ ഈ ക്യാം അത്യാവശ്യം ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. തന്നെയുള്ള ലൈനർ എറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്ത് ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചെയിൻ ലൂസ് ഉണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല, ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തും ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ലൈനറൊക്കെ നല്ല ലൈനറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ഈ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ടൈറ്റ് കാണിക്കുകയാണെങ്കിൽ മാറ്റാം. അപ്പോൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്നിരുത്തി ഇപ്പോൾ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത സർവീസിലായി നമുക്ക് നോക്കാം. കൂടുതൽ ടൈറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അയച്ച് മാറ്റാം. പിന്നെ കോൺസെൻറ്റിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു അടി ഉണ്ടാകും, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടുതൽ നടത്തുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, അമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, വോൾട്ട് നമുക്ക് 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് 9.3 ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്, അതൊക്കെയാണ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.